ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2025-26 അധ്യയന വർഷത്തെ ഹിന്ദി ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സാമാന്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ്? പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഹെ യഹ് പ്രശ്നപത്ര വാചൻ കെ ലിയെ. ദെൻ കൂൾ 6 എന്താണ്? പ്രശ്ന ഹെ സബി കോ ഉത്തർ ലിഖ്നെ ഹെ. ദെൻ ദോ പ്രശ്നോമേം വികൽപ്പ് ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഞാൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് എഴുതുക. ദെൻ കക്ഷ നിങ്ങൾ 5th സ്റ്റാൻഡേർഡിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതും എഴുതുക. ദെൻ സൂചന നോക്കാം നമുക്ക്. ധൂപ് ആ ഗയി കവിത കെ യഹ് അംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ധൂപ് ആ ഗയി എന്ന് നമ്മൾ പഠിച്ചൊരു കവിതയുണ്ടല്ലോ, കവിതയുടെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ചു നോക്കി എന്ത് ചെയ്യുക? പങ്ക്തിയാം സഹി രൂപസേലിക്കുകയും വരികൾ എന്ത് ചെയ്യണം? ശരിയായ ക്രമത്തിൽ എഴുതണം. ഇവിടെ നോക്കൂ. ആ ഗൈ സുബയ്ക്ക് ധൂപ്പ്. അപ്പം ഇത് എങ്ങനെയാണ് വരേണ്ടത്? നമുക്കറിയാം എങ്ങനെയായിരുന്നു വരികൾ കൂട്ടുകാരെ. ധൂപ്പ് ആ ഗൈ എന്നുള്ളത് നമ്മൾ കവിത പഠിച്ചപ്പോൾ കാണാതെ വായിച്ച് പഠിച്ചതാണല്ലേ നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? യെസ്, ഫസ്റ്റ് വരിക ധൂപ്പ്. ദെൻ ഏതാണ്? ധൂപ്പ് ആ ഗൈ സുബഹ് സുബഹിക്ക്. അപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ധൂപ്പ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ആ ഗൈ എന്ന് എഴുതുക. ദെൻ സുബഹ് സുബഹിക്ക്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഏതായിരിക്കും വരിക? ഇതോടെ നോക്കൂ. 1. ദെൻ കലിയാം പ്യാരി പ്യാരി മഹ്കീം എന്നല്ലേ. ദെൻ മഹ്ക്കി കലിയാം ക്യാരി. ക്യാരി നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, കലിയാം ക്യാരി ക്യാരി മഹ്കീം. ദെൻ കലിയാം ഇത്തിനി സാരി മഹിക്കീം. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതേ ക്രമത്തിൽ ഇവിടെ വരികൾ എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാ മഹക് രഹി ഹേ. എന്താണ്? ക്യാ മഹക് രഹി ഹേ. ഇവിടെ നോക്കൂ, വരികൾ നോക്കൂ. ക്യാ മഹക് രഹി ഹേ. കലിയാം പൂമൊട്ടുകളല്ലേ. ആൻസർ എന്താണ്? പൂമൊട്ടുകൾ. കലിയാം. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? പൂമൊട്ടുകൾ എന്ന് നൽകിയിട്ടുണ്ട്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലല്ലേ. ദെൻ ചിടിയാം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? പക്ഷികൾ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്? കലിയാം എന്നുള്ളതാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേ? കലിയാം എന്നുള്ളത് ഇവിടേക്ക് എടുത്തെഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഥവാ ഓർ ക്വസ്റ്റ്യൻ ആണല്ലേ. 1b സൂചന ചിടിയാക്ക ഗർ കവിതാക്ക യഹ് അംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ചിടിയാക്ക ഗർ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഈ വരികൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? വരികൾ കൃത്യമായിട്ട് എഴുതണം. പങ്ക്തിയാം സഹി രൂപമേ ലിഖേ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ചോഞ്ച് മേ തിനിക്ക ചിടിയ ലിയെ. അതെങ്ങനെയാ വരേണ്ടത്? ചിടിയ ഫസ്റ്റ് ഏതാ വരുന്നത്? ചിടിയ ലിയെ ചോഞ്ച് മേ തിനുക്ക ഇങ്ങനെയല്ലേ വരേണ്ടത്. ദെൻ ബനാനെ ഗർ ചലി. അതെങ്ങനെയാ നമുക്ക് എഴുതാം? ചലി ഫസ്റ്റ് ചലി എന്ന് എഴുതുക. ദെൻ ഗർ ബനാനെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. കോൺ രഹേഗ. കോൺ രഹേഗ എന്നല്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കോൺ രഹേഗ. then कौन रहेगा. ഓക്കെ, ദെൻ घर के उस अंदर എങ്ങനെ എഴുതാം നമുക്ക്? ഉസ് घर के अंदर എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഉസ് എന്ന് എഴുതുക. ദെൻ 2 घर के എന്ന് എഴുതുക. ദെൻ 3 अंदर. ദെൻ होंगे चिड़िया के 2 बच्चे നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, चिड़िया के 2 बच्चे होंगे എന്നല്ലേ. അപ്പോൾ 1 2 3. എളുപ്പമല്ലേ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കവിതകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കവിതകളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ശരിയായ രൂപത്തിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ചോഞ്ച് മേ കിസ്സെ തിനിക്ക ലിയാ ഹേ. ചോഞ്ച് മേ കിസ്കെ തിനിക്ക. ആരാണ്? ചിടിയാണല്ലേ. ആൻസർ എന്താണ്? ചിടിയ. ഓക്കെ, ദെൻ സൂചന ചിത്ര ദേക്ക് നിർദ്ദേശ് അനുസാർ രംഗ് ഭരേ. ഇവിടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കാനാണല്ലേ. യഹ് കിസ്ക ചിത്ര ഹേ കൂട്ടുകാരെ. ഇത് ആരുടെ ചിത്രമാണ്? നമുക്ക് മനസ്സിലായി ആരുടെയാണ്? തിത്തലിയാണല്ലേ. തിത്തലി. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? ബാദൽ മേഘം, ചിടിയ പക്ഷി, തിത്തലി ബട്ടർഫ്ലൈ അല്ലേ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? തിത്തലി. അപ്പോൾ തിത്തലി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് എടുത്തെഴുതുക. ഓക്കെ, ഇനി നമുക്ക് നിറങ്ങൾ കൊടുക്കാം. 1 കാല. അപ്പോൾ 1 എഴുതിയെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കാല എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? കറുപ്പല്ലേ. 1 എഴുതി നോക്കൂ. 1 ഇവിടെ കറുപ്പാണ് നൽകേണ്ടത്. ഓക്കെ, 1 എന്ന് എഴുതിയിട്ടുള്ള ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ കറുപ്പ് നിറം കൊടുക്കുക.
ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് നിറങ്ങൾ കൊടുക്കുക. ദെൻ 2 എന്ന് എഴുതിയിട്ട് നമ്മൾ ഏത് കളറാണ് കൊടുക്കേണ്ടത്, ഹര. അപ്പോൾ ഇവിടെ ഏത് കളർ കൊടുക്കണം, പച്ച കളർ അല്ലേ. ഓക്കെ, അപ്പോൾ 2 എന്ന് എഴുതിയെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയല്ല, നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പച്ച നിറം കൊടുക്കുക. ദെൻ 3 ലാൽ അല്ലേ. ലാൽ എന്ന് പറഞ്ഞാൽ ഏതാ കളറ്, ചുവപ്പാണല്ലേ. അപ്പം 3 നിങ്ങൾ എന്ത് ചെയ്യുക, ചുവപ്പ് കളർ കൊടുക്കുക. ഇവിടെ മൊത്തം എന്ത് ചെയ്യുക, ചുവപ്പ് കളർ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ. ദെൻ 4 നീല. ഇനി 4 എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏത് കളർ കൊടുക്കണം, നീല. എളുപ്പമല്ലേ ഈ പ്രവർത്തനം. അപ്പോൾ കളേഴ്സ് ഏതാ, നന്നായി പഠിച്ച് വെക്കണം. അപ്പോൾ കാല കറുപ്പ്, ഹര എന്ന് പറഞ്ഞ പച്ച, ലാൽ ചുവപ്പ്, നീല നീല. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ചിത്ര പഹിജാൻ ഓർ നാം ചുനിക്കർ ലിയേ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ചിത്രം ആരുടെയാണ് കൂട്ടുകാരി, ഒരു പക്ഷിയുടെ ചിത്രമാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, കിതാബ്, പില്ല, മക്കി, ചിടിയ, കലി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക, ചിടിയ എന്നാണല്ലേ. അപ്പോൾ ഒന്ന് നോക്കൂ, ചിടിയ. ദ നെക്സ്റ്റ് പൂമൊട്ടാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും വരിക, കലി. കലി എന്ന് പറഞ്ഞാൽ എന്താണ്, പൂമൊട്ട്. ദെൻ ഇവിടെ ആരുടെ, നായക്കുട്ടിയുടെ ചിത്രമാണല്ലേ. അപ്പോൾ എന്താവും, യെസ്, പില്ല. ദെൻ ഇതെന്താണ്, കിതാബാണല്ലേ, ബുക്കാണ്. അപ്പം കിതാബ്. ദെൻ ആരുടെ ചിത്രമാണ്, മക്കിയാണല്ലേ, ഈച്ചയല്ലേ. അപ്പം മക്കി. ഓക്കെ, എളുപ്പമല്ലേ കൂട്ടുകാരെ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയല്ല, നിങ്ങൾ ഓരോന്നിനും താഴെ അതായത് പേരുകൾ എഴുതുക, ഓരോന്നിൻ്റെയും നാം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ചിത്ര പഹിജാൻ എം ഒരു നാം ചുനിക്കർലിയേ. ഇതും എന്താണ്, നാം എഴുതാനാണല്ലേ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ള എന്താണ്, ഒരു വീടിൻ്റെ ചിത്രമാണല്ലേ. വീടിന് എന്താ കൂട്ടുകാരെ ഹിന്ദിയിൽ പറയുക, ഗർ എന്നാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഗർ എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇതെന്താണ്, പൂവാണല്ലേ. പൂവിനെന്താ പറയുക, ഫൂലല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫൂൽ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഫൂൽ എന്നുള്ളത് നിങ്ങൾ നോക്കി അക്ഷരങ്ങളൊന്നും തെറ്റാതെ ചിഹ്നങ്ങളൊക്കെ ശരിക്കും എഴുതി കൊടുക്കുക, ഫൂൽ എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ആരാണ്, മരമാണല്ലേ. മരത്തിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്, പേടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേടെന്ന് എഴുതി കൊടുക്കുക. ദെൻ എന്താണ്, ഇതാരാണ് കൂട്ടുകാരെ, മച്ചലിയാണല്ലേ, മച്ചലി. മീനിന് എന്താ പറയുക നമ്മൾ, മച്ചലി. ദെൻ നെക്സ്റ്റ് നോക്കൂ, ലഡിക്കിയാണല്ലേ, പെൺകുട്ടി. അപ്പം ലഡിക്കി എന്ന് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഓരോന്നും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ചിത്ര ദേക്കേം ഓർ ഉത്തർ ലിഖേം. ചിത്രം നോക്കൂ, ഉത്തരം എഴുതൂ. ഓക്കെ, നമുക്ക് നോക്കാം. ടോമിക്കോ ക്യാ ഗാന പസന്ത് താ. ടോമിക്ക് എന്ത് കഴിക്കാനായിരുന്നു കൂട്ടുകാരെ ഇഷ്ടം, യെസ്, എന്താണ്, ബിസ്കൂട്ട് ആണല്ലേ. അപ്പം ആൻസർ എന്താണ്, ബിസ്കൂട്ട്. ദെൻ ടോമി കിസ്കി നീച്ചെ സോത്താരതാ. എന്തിൻ്റെ താഴെയാണ് ടോമി കിടന്നുറങ്ങുന്നത്, ഫാനിനടിയിലാണല്ലോ. അപ്പം ആൻസർ എന്താണ്, പങ്കോം കെ. എന്താണ് ആൻസർ വരുന്നത്, പങ്കോം കെ. ഓക്കെ, അപ്പം ബിസ്കൂട്ട് എന്നിവിടെ എഴുതുക. ദെൻ പങ്കോം കെ. ദെൻ ടോമി കിസ്കെ സാത്ത് കേൾത്താത്. ആരുടെ കൂടെയാണ് കളിക്കുന്നത്, ആരുടെ കൂടെയാണ് കൂട്ടുകാരി, നീതു കെ സാത്ത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നീതു കെ സാത്ത് എന്നിവിടെ കെ കെ നീതു കെ സാത്ത്. ദെൻ ടോമി ക്യാ പഠിത്താതാ. എന്താ ടോമി വായിക്കുന്നത്, കിതാബാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം, ടോമി കിതാബ് അല്ലേ. ഇവിടെ കിതാബ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ നീതുക്കോ ടോമി കബ് മില. എപ്പോഴാണ് അവർ കണ്ടുമുട്ടിയത്, രാത്രിക്കോ. എപ്പോഴായിരുന്നു, രാത്രിയല്ലേ. അതിവിടെ താഴെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളല്ലേ, എളുപ്പമല്ലേ ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചിത്രയ്ക്ക് അനുസാർ വാക്യം ലിഖേം. ചിത്രത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വാക്യം എഴുതണം. ഇവിടെ ബോക്സിൽ ഓരോ വാക്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ലഡിക്കി. ലഡിക്കി എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ, ലഡിക്കി എന്താ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാൻ, ലഡിക്കി ഗാത്തി ഹേ. ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. ഈ ലഡിക്കി എന്താ ചെയ്യുന്നത്, കളിക്കുകയാണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലഡിക്കി എന്നതേപോലെ ഇവിടേക്ക് എഴുതെടുക്കുക. ലഡിക്കി ഗേൽത്തി ഹേ. എന്നിട്ട് എന്ത് എഴുതുക, ഗേൽത്തി ഹേ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നോക്കൂ, ലഡിക്കി എന്ന് തന്നെയാണല്ലേ. അപ്പം ലഡിക്കി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. ലഡിക്കി എന്താ ചെയ്യുന്നത്, ഓടുകയാണല്ലേ. അപ്പം ദൗഡ്ത്തി ഹേ എന്ന് എഴുതുക ഇവിടെ. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ലഡിക്കി എന്താ ചെയ്യുന്നത്, ഇരിക്കുകയാണല്ലേ. അപ്പം ലഡിക്കി എന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, ലഡിക്കി ദെൻ ദൗഡ്ത്തി ഹേ. ലഡിക്കി ബൈഡ്ത്തി ഹേ. ബൈഡ്ത്തി ഹേ എന്ന് എഴുതുക. ഇരിക്കുകയല്ലേ, ഇരിക്കുന്നതിന് എന്താ പറയുന്നത്, ബൈഡല്ലേ. അപ്പം ഇരിക്കുന്നു, ബൈഡ്ത്തി ഹേ. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, പെൺകുട്ടി ഉറങ്ങുകയാണല്ലേ. അപ്പം നമ്മൾ എന്ത് എഴുതും, ഇവിടെ ലഡിക്കി എന്ന് എഴുതിയതിന് ശേഷം തന്നെ എഴുതാം, ലഡിക്കി സോത്തി ഹേ.
ഓക്കെ, അപ്പോൾ ഇത്രയും ഉണ്ടല്ലേ. അപ്പോൾ ഇത് എളുപ്പമാണ്, ഈ ഒരു പ്രവർത്തനം എന്താണ് എളുപ്പമാണ്. ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക, നോക്കി എഴുതുക. ഓക്കെ, ദെൻ पिल्ला का कविता का पंक्तियां क्रम से लिखे. അപ്പോൾ നോക്കൂ, അടുത്ത കവിതയും വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ച 3 കവിതകളും വന്നിട്ടുണ്ട്. അവിടെ നോക്കൂ, അപ്പോൾ ഈ വരികൾ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കൂ. ബൂരി ദാദി കാലാമൂച്ച് നീതു കാദ പില്ല ഏക് ഗഡേ ഗഡേ ഗിർ പടുത്താദ ചോട്ടി ടാങ്കെ ലംബി പൂച്ച് ദെൻ മക്കി സേവക് ലടുത്താദ ബഡ്നെ പേ ഉസ്കെ രൂപേ അനേക്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിവിടെ നോക്കൂ, നീതു കഥ പില്ല ഏക്ക്. നെക്സ്റ്റ് ഏതാ വരിക, നെക്സ്റ്റ് ഏതായിരിക്കും, ബദൻ പേ ഉസ്കെ രൂയേ മുനെ അനേക് ദെൻ ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച് ബുരി ദാദി കാലി മൂഞ്ച് മക്കി സേ വഹ് ലടുത്താദ ഗഡേ ഗഡേ ഗിർ പടുത്താദ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കവിത കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ കവിത ശരിയായ രീതിയിൽ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നല്ലേ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.